ഞാൻ ഇവിടുത്തെ മെറ്റീരിയലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാബും കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അറബി ക്ലർക്കൊക്കെ ആണെങ്കിൽ 7-8 വരെ ഞാൻ എക്സാമിനോട് അടുപ്പിച്ചിട്ട് മോക്ക് ടെസ്റ്റ് അടിക്കാറുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ക്ലാസ്സിലില്ല. ആണ് ഈ ക്ലാസ്സിൽ ഇരുന്നാണ്, നിങ്ങൾക്ക് ഇടയിൽ ഇരുന്നാണ്. അപ്പോൾ ആ ഒരു ജേർണിയുടെ ഒരു തുടക്കം, അതിൻ്റെ സൂചനകൾ അതിനകത്ത് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇപ്പം അത് റിസൾട്ടായി. എന്തായാലും ഏതെങ്കിലും ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെറുതെ നിന്ന് കിട്ടിയതാണെന്ന്. ഞാൻ വെറുതെ എനിക്ക് അക്കൗണ്ട് കിട്ടിയപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതൊരു വീഡിയോ നിങ്ങൾ കാണുമോ? ഇല്ല, അത് കാണൂല. അപ്പോൾ അവർ വന്ന വഴികൾ എന്തായാലും കുറച്ചൊരു സ്ട്രഗിളിങ് തന്നെയായിരിക്കും. 2023 ഫെബ്രുവരി ബാച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അവിടുന്ന് മുതലുണ്ടായ റെഗുലർ ബാച്ച്, അഡ്വാൻസ് ബാച്ച്, സൂപ്പർ 30, സൂപ്പർ 4 എല്ലാ ബാച്ചിലും ഞാൻ ഉണ്ടായിരുന്നു. ടീമേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ മെറ്റീരിയലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെറ്റീരിയൽ മോക്ക് ടെസ്റ്റ് ആയാലും എല്ലാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ ചെയ്തിട്ട് ശേഷമാണ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഗൈഡിലാണെങ്കിലും ഒക്കെ നോക്കാറുണ്ടായിരുന്നത്. ഇവിടുത്തെ ലാബും കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഞാൻ ഏകദേശം രാവിലെ വന്നു കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം രാത്രി വരെ ഇരുന്ന് ചെയ്യാറുണ്ടായിരുന്നു. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എക്സാം അടുപ്പിച്ച് ഏകദേശം 5-6 അല്ലെങ്കിൽ അറബി ക്ലർക്കൊക്കെ ആണെങ്കിൽ 7-8 വരെ ഞാൻ എക്സാമിനോട് അടുപ്പിച്ചിട്ട് മോക്ക് ടെസ്റ്റ് അടിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ ലാബ് വന്നതിന് ശേഷം ലാബിൽ തന്നെയാണ് ചെയ്യാറ്. കാരണം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന പോലെ എല്ലാ ലാബിലിരുന്ന് ചെയ്യുമ്പോൾ ഒരു ഇതെന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വിന്ദു ജെയിംസിൻ്റെ മെറ്റീരിയൽ മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു.